ഹലോ, ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ചെടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ. ചെടീൻ്റെ ചില ചെടിച്ചട്ടിയിലൊക്കെ പുല്ലുകളൊക്കെ നിറഞ്ഞിട്ട് ഒക്കെ ഒന്ന് പറിച്ച് ഒഴിവാക്കിയിട്ട് നമുക്കൊന്ന് വൃത്തിയിലൊന്ന് സെറ്റാക്കി എടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു മഴ പെയ്തല്ലോ, ആ മഴയാണ് കാരണം കേട്ടോ. പുല്ലുകളൊക്കെ ഇങ്ങനെ മുളക്കുന്നുണ്ട്. അതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മളിങ്ങനെ നന്നാക്കണമല്ലോ, എന്നാലാണല്ലോ ചെടികൾക്കൊക്കെ ഒരു ഉഷാറുണ്ടാവുക. അപ്പം ഞാൻ അടിച്ചു തരുന്ന ടൈം എന്നും ചെയ്യണം എന്ന് വിചാരിക്കേ, അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ മടിയാണ്. അപ്പോൾ എന്ത് ചെയ്ത് ഇന്ന് അടിച്ചു വരുന്ന സമയത്ത് ഞാൻ ഈ ചെടിയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങോട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ എടുക്കൊക്കെ മാസത്തിൽ ഒന്നൊക്കെ ഇങ്ങനെ ചെടീൻ്റെ ഇടയൊക്കെ ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് വൃത്തിയാക്കി അടിച്ചു തരണം കേട്ടോ. എന്തെങ്കിലും ജാതികളൊക്കെ വന്ന് കൂടിയെന്നോ ഒക്കെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. നമ്മളെ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ മുറ്റടിക്കുന്ന സമയത്ത് തോന്നി ഇതൊന്നും ഇങ്ങോട്ട് എടുക്കട്ടെ എന്ന്. ഓരോ ദിവസം വിചാരിക്കും ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇന്ന് ഏതായാലും നമുക്കിത് ചെയ്യാം. ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഇടയിലുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കാമല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഈ ചെടീൻ്റെ ഈ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ തറൻ്റെ ഈ സൈഡിലൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ അടിച്ച് വരണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വന്ന് കൂടിനോ ഇല്ലെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. പിന്നെ ഞാൻ എന്താ ചെയ്യല് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോണ സമയത്തുണ്ടല്ലോ, ഞാൻ ഇവിടെ പാൽക്കായോ അല്ലെങ്കിൽ നമ്മളെ വെളുത്തുള്ളിയൊക്കെ ചതക്കിയിട്ട് ഇങ്ങനെ കൊടിയലാട്ടോ. എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൊടിഞ്ഞിടലാണ്. അപ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ. അപ്പം ഞാനിങ്ങനെ നന്നാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് ബോട്ടിലുകളൊക്കെ ഉണ്ടായിന് കേട്ടോ. അതിലൊക്കെ ഒന്ന് മണ്ണ് നിറക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് ഈ പിന്നെ താഴെയുള്ള ബോട്ടുകൾ കണ്ടില്ലേ, അതൊക്കെ ഞാൻ അതിലുള്ള മണ്ണൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അതിലൊക്കെ ഒന്ന് നന്നാക്കി വേറെ ചെടികൾ നടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിലുള്ള ചെടികളൊക്കെ ഒന്ന് ഇങ്ങനെ മരവിച്ച് ഇങ്ങനെ നിൽക്കണ പോലെട്ടോ, മണ്ണൊക്കെ ഇങ്ങോട്ട് ഉറച്ച് നിൽക്കണ അതിൽ അതൊക്കെ ഒന്ന് തട്ടി ഒഴിവാക്കി പുതിയ മണ്ണ് നിറച്ചിട്ട് നമുക്ക് അതിലേക്ക് ചെടികൾ നടാമെന്ന് വിചാരിച്ച്. ഓരോ ദിവസം ഓരോ പണികൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് നട്ടിന് 10 മണി ചെടികളാട്ടോ അതൊക്കെ ഇങ്ങോട്ട് പറിച്ച് ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ല വൃത്തി തന്നെ ഇടയ്ക്കൊന്ന് ഇങ്ങനത്തെ ഒക്കെ ഒന്ന് മാറ്റി നടുമ്പോൾ തന്നെ ഒന്നുകൂടി ഇങ്ങോട്ട് ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഈ ചട്ടിയിലേക്ക് കണ്ടില്ലേ, ഈ ചട്ടി ഇന്നലെ വാങ്ങിയതന്നെ കേട്ടോ. അതെന്താ നമ്മൾ കുറച്ചുകൂടി നല്ലോണം വീട് നിറയെ ചെടികൾ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ നമുക്ക് ഇതിലൊക്കെ നട്ട് പിടിപ്പിക്കാമല്ലോ വിചാരിച്ചപ്പോൾ ഒരു 3 ചട്ടി കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനത്ര റേറ്റുള്ള 15 രൂപയുള്ളൂ കേട്ടോ ആ ചെടിച്ചട്ടിക്ക്. അപ്പം ഞാൻ എന്താ അടിയിൽ കരിയിലിട്ട് പിന്നെ കുറച്ച് മണ്ണിടുക കേട്ടോ. അധികം മണ്ണ് വേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് മണ്ണിട്ടാൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്കാണ് നമുക്ക് തൂങ്ങിയിടുന്ന ചെടികളുടെ ഒന്ന് കട്ട് ചെയ്ത് വേറെ ഇങ്ങനെ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ചട്ടിയൊന്നും ഞാൻ എന്നെ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഇനി മഴയത്ത് തന്നെയാണ് ഞാൻ വെക്കുന്നത് സാധാരണ. പിന്നെ മഴ കൊള്ളാത്തടത്തൊന്നുമല്ല, പിന്നെ അതുകൊണ്ട് വിചാരിച്ച് കഴുകൊന്നും വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാ ചട്ടിയിലും ഞാനിതാ ഇതുപോലെ. ചട്ടി എന്ന് പറയുന്നത് നമ്മളെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ബോട്ടിലുകളാട്ടോ. അപ്പോൾ ഞാൻ അതിലൊക്കെ മണ്ണ് നിറച്ച് 2 ബോട്ടിൽ കുപ്പികളിലും മണ്ണ് നിറച്ച് അതിലൊക്കെ നമുക്കിതാ ഇനി ഇതുപോലത്തെ ചെടികളൊക്കെ ഇങ്ങോട്ട് നട്ട് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ എന്ന് വിചാരിച്ച് ഇതിങ്ങനെ കുറച്ചധികം ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്താലാണെന്ന് ഉഷാറിലിങ്ങനെ ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പം ഞാനിതാ ഈ 3 ചെടിച്ചട്ടിയിലും ഇതുപോലത്തെ ചെടികളാട്ടോ നടുന്നത്. ഇങ്ങനെ നട്ട് വേഗം പിടിക്കുകയും ചെയ്യും, നല്ല ഭംഗിയാണ്. നമ്മൾ ഓരോ ദിവസം തന്നെ ഓരോന്നിങ്ങനെ നടുക. അതാണ് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ചെടികളൊക്കെ നടുന്നതും അതുണ്ടായി കാണുന്നത് പൂവ് വിരിയുന്നതൊക്കെ. പിന്നെ ഞാൻ കൈനോട് തന്നെ കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നല്ലോണം വൃത്തിയാക്കി ഇങ്ങോട്ട് കുളിക്കുന്നതിൻ്റെ മുന്നേ ആകുമ്പോൾ എന്താണ് പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് അലക്കുന്നത് കഴിഞ്ഞ് നമ്മളെ കൈ വൃത്തിയാവും ചെയ്യും കേട്ടോ. പിന്നെ കഴിയുമ്പോഴൊക്കെ ഇതുപോലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് മണ്ണാവുന്നത് നല്ലതാണ്. നമ്മൾ മണ്ണാവാതൊക്കെ ഇങ്ങനെ കൊണ്ടുനടന്നാലേ ഇടയ്ക്കൊക്കെ കയ്യിൽ ഇങ്ങനത്തെ ഓരോ പണികളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കൈക്കും നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിതാ ഈ ചെടിയൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുമ്പോൾ ഈ ചെടികൾക്കും കണ്ടില്ലേ ഒരു ഉഷാറാണ്. ഇത് ചില ഭാഗങ്ങൾ നല്ല വെയിലായിട്ട് കരിഞ്ഞു പോയിനി. അപ്പോൾ കരിഞ്ഞതൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കിയിട്ട് നല്ല തിളർപ്പായിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ ഇതിനൊക്കെ. അപ്പോൾ ഞാൻ നടുന്നതും ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരിക. ഇന്നൊന്ന് ക്ലീനിങ് ആണ് നമ്മളെ ഗാർഡനിങ് ഒക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള മണ്ണെന്ന് പറയണതല്ല പുല്ലൊക്കെ പറിച്ച് ഒഴിവാക്കണം.
ഇനി അതിൻ്റെ മുകളിൽ കുറേശ്ശെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ഇടുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങോട്ട് ഇടുക. ഇത് വേഗം ഇങ്ങോട്ട് പിടിക്കും ചെടി. നല്ല ഭംഗി തന്നെ ഇങ്ങോട്ട് ഉണ്ടോടി ഇങ്ങോട്ട് ഉണ്ടാവും കേട്ടോ. ഞാനിതിങ്ങനെ നടും, ഓരോരുത്തരിങ്ങനെ വാങ്ങിക്കൊണ്ടു കേട്ടോ. നമ്മളെ അടുത്ത് നിന്ന് ഇതിങ്ങനെ ഉഷാറായി ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് വേണമെന്നറിയാം, അപ്പോൾ ഒരു വാങ്ങിക്കൊണ്ടുപോകും. ഞാനിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുകയും ചെയ്യും കേട്ടോ. നമുക്കെന്താ, നമുക്ക് ഒരുപാട് ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. ആർക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആവശ്യക്കാർക്കും കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എന്താ, ഇതിലും ഞാനിങ്ങനെ ഇതുപോലെ ഈ ചട്ടിയിലും ഞാൻ 10 മണി ചെടികളാട്ടം നടുന്നത്. 10 മണി ചെടി എന്താണ്, എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ഈ 10 മണി ചെടി 8 മണി ചെടികളൊക്കെ. അതിങ്ങോട്ട് പൂവിട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടല്ലോ, വേറെ ഒരു ചെടീൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതുപോലത്തെ ചെടികളൊക്കെ ഉണ്ടായാൽ ഇതൊക്കെ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതിന്മേൽ മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പൈസ കൊടുത്തിട്ട് ചെടികൾ വാങ്ങുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എവിടെ നല്ല വെറൈറ്റി ചെടികൾ കണ്ടാലും ഓരോട് ചോദിക്കും. ആര് ചോദിച്ചാലും തരലുണ്ട്, തരായിക്കൊന്നുമില്ല. അതുപോലെ നമ്മളെ ഉണ്ടായാലും നമ്മൾ ഓർക്കും കൊടുക്കും. അങ്ങനെ ചെടികളാട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മൾ കൈമാറ്റങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളെ കയ്യിൽ ഇത്ര തോനെ ചെടികൾ ഉണ്ടായത് കേട്ടോ. പിന്നെ അതാ ഞാൻ ഈ ചട്ടിയിലൊക്കെ എന്താ ഇതുപോലെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുകയാണ്. ഇനിയപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കി നമ്മളെ ചെടികളൊക്കെ. ഇതൊക്കെ ഒരൊറ്റ ആഴ്ചനോട് തന്നെ ഉഷാറായിട്ട് ഇങ്ങോട്ട് ഉണ്ടായി നല്ലോണം ഇങ്ങോട്ട് പൂവിട്ട് ഇങ്ങോട്ട് നിൽക്കും. കണ്ടില്ലേ, ഞാൻ ഇതുപോലെ നട്ട് പിടിപ്പിച്ചിന് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഇതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് എടുത്തു വെക്കണം. അപ്പം ഞാൻ ഈ തൂക്കിയിടുന്ന ചെടി ഇപ്പോൾ ഒന്ന് തണലത്ത് വെക്കും. അതിൻ്റെ ശേഷം നമ്മളെ വീടിൻ്റെ ഉക്കുമലൊക്കെ ഇങ്ങനെ തൂക്കിയിടലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ തൂക്കിയിടുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അതാ ഞാനിങ്ങനെ ഇതിൻ്റെ 3 കയറിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമുക്ക് ഓരോ ചെടികൾ ഇങ്ങനെ ഞാനിത് തണലത്താണ് ഇപ്പം കൊണ്ടുപോയി വെക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് ചെയ്യുന്ന സമയത്ത് കാക്കനെയും കൂട്ടിയിട്ട് ഇങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് റെഡിയാക്കാൻ കഴിയില്ല, ഒറ്റയ്ക്കാകുമ്പോൾ നമുക്കിത് ചെയ്യാൻ കഴിയില്ലല്ലോ. ഒരാളുകൂടി കൂടെ ഉള്ളപ്പോഴാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ കഴിയട്ടോ. അപ്പം നമ്മുടെ ബോട്ടിലിൽ കണ്ടില്ലേ, അതിലും ഞാൻ 10 മണി ചെടികൾ നട്ട് അതും നമുക്കിങ്ങനെ തൂക്കിയിടാമെന്ന് വിചാരിച്ച്. നമ്മൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ മുറ്റത്ത് ഇങ്ങനെ മണ്ണിൽ നടൂല കേട്ടോ. ഒക്കെ ഞാൻ ചട്ടിയിൽ, കവറുകളിൽ, ഒഴിവാക്കി ബോട്ടിലുകളിലൊക്കെയാണ് ഞാൻ നട്ട് പിടിപ്പിക്കൽ. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഞാൻ വൃത്തിയാക്കി തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലിയറാക്കി ഇങ്ങോട്ട് എടുക്കുന്നു കേട്ടോ. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കട്ടോ. അപ്പം എല്ലാം ഇങ്ങോട്ട് വൃത്തിയാക്കി ഇതുപോലെ നട്ട് വെച്ചിന്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കിയാണ്ടാവില്ല നമ്മളെ മുറ്റൊന്ന്. ആട്ടെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മളെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്തുണ്ടല്ലോ മനസ്സിനൊരു സമാധാനം. നമ്മളെ മുറ്റം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുക. അപ്പം നമ്മൾ അടിച്ച് വാരലും അതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, കുളിയും കാര്യങ്ങളും. പിന്നെ നമുക്കിപ്പം കാര്യമായിട്ട് കിച്ചണിലേക്കുള്ള പണികളൊന്നും ഇല്ലല്ലോ, നോമ്പാണല്ലോ. പിന്നെ എല്ലാവരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക കേട്ടോ. ഇപ്പൊക്കെ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. എല്ലാവരും അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയെ തുടങ്ങുക. പ്രവാസികളൊക്കെ ഒരവസ്ഥ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം. ഒന്നും സംഭവിക്കാതെക്കട്ടെ. നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.